കരുത്തുണ്ട്, ബാക്കിയുണ്ട്, ഇനിയും കരുത്തുണ്ട്, ഒരു ചുക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന ആത്മധൈര്യത്തോടെ സംസാരിച്ച ഈ സർവൈവറായിട്ടുള്ള സയന്റിസ്റ്റ് വാക്ക് മാത്രമാണ് ഞാൻ മുകളിലേക്കെടുത്തത്. അത് മാത്രം ഒരു അപകടമായി എനിക്ക് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുക. പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അധികാരത്തോടെ കൈകാര്യം ചെയ്ത നേതാവ് അയാൾ ഓർമ്മപ്പെടുത്തി വെച്ചിട്ടില്ല. നമുക്കെല്ലാവർക്കും അത് സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ത്യയാണ്. നമുക്കെല്ലാവർക്കും ആ നന്മ പൊതുയോഗങ്ങളിലും ഇതേപോലെ വേദികളിലും നമ്മൾ ആഘോഷിച്ചിട്ട് ഇവരൊക്കെ രാഷ്ട്രീയം പഠിച്ച കോൺഗ്രസിന്റെ ഓഫീസിലാണ് ഞാൻ രാഷ്ട്രീയം പഠിച്ചെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്ത് പറഞ്ഞേനെ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പരമവൃത്തികള് പണ്ഡിതരെ കുറിച്ച് പരമവൃത്തികൾ പറഞ്ഞിട്ട് അത് ഞങ്ങളുടേതല്ല, അത് ഞങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറികളാണ്, അത് ഓർമ്മിച്ചെടുത്തതാണ് ഞങ്ങൾ ചെയ്ത കുറ്റം പറഞ്ഞാലും തലയിൽ ആൾത്താമസം ഉണ്ടാകണം. അന്തസ്സും വിവേകവും നട്ടലും ഒരു ആത്മവിശ്വാസങ്ങളുടെയും ആകത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ സയന്റിസ്റ്റൊക്കെ നേരെ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പ്രത്യേകതയാണ് ഇതിപ്പോൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അന്തസ്സുള്ള കോൺഗ്രസായി കരുതാനേ കഴിയിട്ടില്ലാത്ത ആഗോള അനവനാദികളായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഘം മാത്രമാണ് നടത്തുന്നതെങ്കിൽ ഇതൊക്കെ അവനവന്റെ നിലവാരം, ഇതൊക്കെ അവനവന്റെ കാര്യം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളഞ്ഞു. ഈ പ്രചരണം നടത്തുന്നത് ആരാണ്? ഈ പ്രചരണം നടത്തിയതിൽ ഏറ്റവും പ്രധാന പദവി അലങ്കരിക്കുന്നതായി ഇതിലെ സർവൈവർ ചൂണ്ടിക്കാട്ടിയവരാൽ ഇന്ന് കുറച്ച് വെടിപ്പാക്കിയ മുഖവുമായിട്ട് ഈ ചർച്ചയിൽ മാതൃഭൂമിയുടെ പൂർണ്ണ ചോദിക്കട്ടെ. നമ്മുടെ എണ്ണമത്തായി ആരാണ്? പണ്ഡിറ്റ് നെഹ്റുവിന്റെ ഈ നമ്മുടെ പ്രൈവറ്റ് പണ്ഡിറ്റ് നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് എണ്ണമത്തായി. റിമൻസൻസ് ഓഫ് നെഹ്റുവേ എന്ന പുസ്തകമുണ്ട്. സി എന്ന പേര് തന്ന ഒരു അധ്യായമുണ്ട്. എങ്ങനെയാണ് ആങ്കർ നമുക്കതൊന്ന് വായിക്കാനോ? മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റുവിനെ കുറിച്ച് മുൻ ഇന്ത്യൻ സർവൈവർ തന്നെ സൂചിപ്പിച്ച പ്രതിപട്ടികയിലെ ഒരാൾ, പ്രതിയായി അവർ സൂചിപ്പിച്ച പേരുകാരൊരാൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെ ഈ ചർച്ചയിൽ അന്തസ്സുള്ള മനുഷ്യന്മാർ തുടരാൻ വേണ്ടി കഴിയും? ഇത് ഇപ്പോഴത്തെ മാത്രം അനുഭവമാണ്. കോൺഗ്രസ് വക്താക്കളായി ഇതേപോലെ ചാനൽ ചർച്ചയിൽ വന്ന് മത്സരിച്ചിരിക്കുന്ന എത്ര ആളുകൾ ഇതിന് സമാനമായ പോസ്റ്റിട്ടും നെടുമങ്ങാടുമുള്ള അഭിഭാഷകനായ കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് ഇതേപോലെ പല കാട്ടുകുളം ചർച്ചയ്ക്ക് വരാവുന്നതാണ്. അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ വായിക്കാൻ വേണ്ടി കഴിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇട്ട പോസ്റ്റുകൾ വായിക്കാൻ വേണ്ടി കഴിയുമോ? വനിതകളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അവരൊക്കെ പോസ്റ്റുകൾ വായിക്കാൻ പോയി നിൽക്കാൻ കഴിയാത്ത തരത്തിലുണ്ടാവുന്ന ആരോപണങ്ങളെ എത്ര മനുഷ്യരുടെ അല്ലെ നമുക്ക് മനുഷ്യരുടെ മാത്രമാണ് മൂടിക്കെട്ടി വെക്കാൻ കഴിയാത്തത്. ആ അവസ്ഥയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ടെന്ന് ആലോചിക്കുമ്പോൾ അതിന് ഗൗരവ സ്വഭാവം വർദ്ധിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ചർച്ച എന്തായാലും മൂന്നാമതൊരു പ്രകൃതിയിലേക്ക് എത്താൻ സാമാന്യ സുദീർഘമായി തന്നെ നീണ്ടുപോയിരിക്കുന്നു. അതെന്തായാലും ഈ ചർച്ചകളൊന്നും നന്നായി. കാരണം എനിക്ക് ദീർഘ സമയം എടുത്തുകൊണ്ട് ഈ ചർച്ചയും തുടരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ സർവൈവറായിട്ടുള്ള